ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൈ നെറ്റ്വർക്കിനെ കുറിച്ചാണ്. പൈ നെറ്റ്വർക്ക് ഒരു മേജർ അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ വാലറ്റിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മെയിനെറ്റിക്ക് കടന്നു എന്ന് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവരുടെ വാലറ്റ് ഉപയോഗിച്ചിട്ട് അവരുടെ സർവീസസും ഒക്കെ ഇല്ലേ, മീൻസ് അവരുടെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ, അവരുടെ ഇൻബിൽഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചും പിന്നെ അവരുടെ സർവീസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മീൻസ് അവരുടെ മാർക്കറ്റ് പ്ലേസ് ഒക്കെ ഇതൊരു മേജർ അപ്ഡേറ്റ് ആണ്. പിന്നെ പൈ വെഞ്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം വെഞ്ചറാണ്. $100 million ആണ് അവർ ഡിപ്ലോയ് ചെയ്യണത് പൈ വെഞ്ചേഴ്സ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈയുടെ റീച്ച് കൂട്ടാൻ, മീനിങ് പൈയുടെ ഡോമിനൻസ് കൂട്ടാൻ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ. മീൻസ് അതൊരു എക്സ്പാൻഷൻ സ്ട്രാറ്റജിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ $100 million പല കമ്പനികളിലും, മീൻസ് ഫിൻടെക്കും പിന്നെ പല കമ്പനികളിലും ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനികളിൽ അവർ പൈയിലാണ്, മീൻസ് $100 million വർത്ത് പൈയാണ്. ഈ പൈ അവർക്ക് കൊടുക്കും, അവർ പൈ ആണ് സ്വീകരിക്കുക. പക്ഷെ അവർ പൈ സ്വീകരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഗുണം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഗുണമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്വീകരിക്കുകയാണ്, പൈയിലാണ് സ്വീകരിക്കണത് കാശ്. സ്വീകരിക്കുമ്പോൾ ഇവർക്ക് പൈയുടെ യൂസർ ബേസ് കിട്ടും. മീൻസ് 100 million 10 million വലിയൊരു യൂസർ ബേസ് ഉണ്ട് അവർക്ക്. 10 million 50 million യൂസർ ബേസ് ആണ് ഇപ്പൊ മെയിനെറ്റിലേക്ക് കടന്നു എന്നാ പറയുന്നത്. കുറെ മെയിനെറ്റിൽ നിന്നൊക്കെ ഔട്ടായി, ബേസിക്കലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് KYC. അപ്പം ഈ യൂസർ ബേസ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഈ 10 million 100 million എത്ര വലിയ യൂസർ ബേസ് ആണ് പൈക്ക്, ആ യൂസർ ബേസ് അവർക്ക് ഉപയോഗിക്കാം. പലരും ഉപയോഗിക്കണം കൂടി ഇല്ല. ആ ഫോണൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, മീൻസ് എല്ലാം കത്ത് കിടക്കണ്. പക്ഷെ ഞാൻ മാറ്റിയിട്ടുണ്ട് എൻ്റെ പൈ. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ ബേസ് അവർക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എൻഹാൻസ് ചെയ്യാം. മീൻസ് ബാക്കിയുള്ളവരെക്കാട്ടും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ യൂസർ ബേസ് അവർക്ക് കിട്ടുകയാണ്. പിന്നെ അവർ ടൂൾസും പിന്നെ സർവീസസും ഒക്കെ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഒരു പൈലാണ് ട്രാൻസാക്ഷൻ നടത്താം. ആ പൈ വാങ്ങി വെക്കാനുള്ള സാധ്യതകൾ കൂടാണ്, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ. പൈയുടെ മൂല്യം കൂട്ടാനും പൈയുടെ സർവീസസ് കൂട്ടാനും ബേസിക്കലി ഇതാണ് ഡെവലപ്പേഴ്സ് ചെയ്യണത്. ഈ ന്യൂസ് ഡെവലപ്പേഴ്സ് എൻഡ് ചെയ്തിരുന്നു, ന്യൂസ് ആയിരുന്നില്ല ആ സമയത്ത്. ഒരു വലിയൊരു ഇതായിരുന്നു ബേസിക്കലി, ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു അത് മാർക്കറ്റിൽ, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ. അതുകൊണ്ടാണ് ഈ പൈയുടെ പ്രൈസ് ഒക്കെ കയറാനുള്ള കാരണം. പിന്നെ ന്യൂസ് ഇറങ്ങിയപ്പോൾ പൈയുടെ പ്രൈസ് ഇടിഞ്ഞു, കുറച്ച് രീതിയിൽ ഇടിഞ്ഞു, ചെറിയ രീതിയിൽ ഇടിഞ്ഞു. ഇതാണ് ഇപ്പൊ നടക്കുന്ന കുറച്ച് ഇവന്റ്സ്. പിന്നെ പൈ വലിയ രീതിയിൽ വെയിൽസ് വാങ്ങണ്ടെന്നാ പറയണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ $70 million പൈ ഞങ്ങളോ ഏതൊരു എക്സ്ചേഞ്ചിൽ നിന്ന് വിഡ്രോ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് പൈ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ പൈ ഇക്കോസിസ്റ്റത്തിൽ. ആ ഇക്കോസിസ്റ്റത്തിൽ കൊണ്ടുവരാനാണ് അതിലത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നോക്കണത്, മനസ്സിലായ. പിന്നെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. കാരണം ചിലവരൊക്കെ കാശുണ്ടാക്കാൻ മാത്രമാണ്, ചിലവരൊന്നും അതിൽ ഇൻവോൾവ് അല്ല. ബേസിക്കലി അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ഇതിൽ ഈ പൈ നെറ്റ്വർക്കിൽ കയറി കൂടാൻ. മീൻസ് അവർ കാശുണ്ടാക്കാൻ അല്ലെങ്കിൽ കാശ് പോലും വേണ്ട. അവർ ചിലർ ലേസി ആയ ആൾക്കാരാണ്. ലേസി എന്ന് പറഞ്ഞാൽ ലേസി അല്ല, അവർ കുറച്ചായിരുന്നു വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പൈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. മീൻസ് ഉപയോഗിക്കുന്ന വെച്ചാൽ ഉപയോഗിക്കുന്നില്ല, ഇനിയൊരു 3-4 മാസം സമയത്ത് ചിലപ്പോൾ ഉപയോഗിക്കാം. കൂടുതൽ സർവീസുകൾ അതിൽ വാങ്ങാം. ഞാൻ കണ്ടിട്ടുണ്ട്, മാർക്കറ്റ് പ്ലേസ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിൽ ഐഫോണും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ വാങ്ങി വെച്ച് വാങ്ങാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. ആർക്കറിയാം, ഞാൻ വാങ്ങിയിട്ടില്ല. പക്ഷെ അത് പറയുന്നുണ്ട് വാങ്ങാൻ പറ്റുമെന്ന്. പക്ഷെ ആ ഒരു സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബൈനാൻസിൽ പൈ ലിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബൈനാൻസിന്റെ വാലറ്റ്, മീൻസ് അവരെ വലിയ വാലറ്റ്, അത് വെച്ചിട്ട് അവർ നോക്കുന്നുണ്ട്, ടെസ്റ്റ് റണ്ണൊക്കെ നടത്തി നോക്കുന്നുണ്ട്. ടെസ്റ്റ് റണ്ണൊക്കെ നോക്കേണ്ടവര്, മീൻസ് ഇത് സപ്പോർട്ട് ആവോ. മീൻസ് ബൈനാൻസിന്റെ ക്രൈറ്റീരിയ കടന്നോ എന്നുള്ള ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല, അത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ബുള്ളിഷാണ് ഇപ്പൊ, കമ്മ്യൂണിറ്റി ഭയങ്കര ബുള്ളിഷാണ്, നിലവിലുള്ള ആൾക്കാരും ഭയങ്കര ബുള്ളിഷാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ബുള്ളിഷാണ് പൈനെ കുറിച്ച്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പൈയുടെ പ്രൈസ് ഭയങ്കര രീതിയിൽ കയറാൻ. ഇപ്പൊ തന്നെ 3 ഇരട്ടികളൊക്കെ കയറി, പിന്നെ ഇടിഞ്ഞു. ന്യൂസ് മീൻസ് റിലീസ് ചെയ്തപ്പോ പബ്ലിക് ആക്കിയപ്പോ, മീൻസ് ബൈ ദ റൂമർ സെൽ ദ ന്യൂസ് എന്നാണ് പറയാ. ആ ഒരു ഇവന്റ് കാരണം കൊണ്ടാണ് ഇടിഞ്ഞത്. ഇനി അടുത്ത മേജർ ഹെഡ്ലൈൻസുകൾ വരുമ്പോ നമുക്കറിയാം പൈ വീണ്ടും കയറുന്നു. ബേസിക്കലി യൂട്ടിലിറ്റി കൊണ്ടുവരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യൂട്ടിലിറ്റി കൊണ്ടുവരണമെന്ന്. നമുക്ക് അവർക്ക് നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ, മീൻസ് പൈ ഉണ്ടെങ്കിൽ മിന്റ് ചെയ്ത പൈനെ നമുക്കത് ഉപയോഗിക്കാം, മനസ്സിലായി. പിന്നെ അൺലോക്ക് ഷെഡ്യൂൾ ഉണ്ടാവും അവർക്ക്. അൺലോക്ക് ഷെഡ്യൂളിന്റെ കാര്യം കൊണ്ടൊക്കെ പ്രൈസ് ഇടിക്കാം. ബേസിക്കലി പൈയുടെ ഇപ്പോഴത്തെ ഷെഡ്യൂൾ ഉണ്ട്, മീൻസ് അവർ ഇത്ര പോയിന്റ് റിലീസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ന്യൂസ് കാരണം കൊണ്ട്
പായി ഭയങ്കര രീതിയിലാണ് ഇപ്പൊ നീങ്ങണത്. മീൻസ് ഒരു യൂട്ടിലിറ്റി കാണുന്നുണ്ട് ബ്ലോക്ക് ചെയിൻ ഇക്കോസിസ്റ്റത്തിൽ, മീൻസ് ബ്ലോക്ക് ചെയിൻ ലോകത്ത്. പിന്നെ അതിൽ വലിയ പ്രൊജക്റ്റുകൾ ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതിലൊരു പ്രൊജക്റ്റും ഞാൻ കാണുന്നില്ല. ഈ അതേതിലുള്ള പ്രൊജക്റ്റ് പോലൊന്നും പൈൽ ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് വല്ല അറിയോ? എനിക്കറിയില്ല. ഞാൻ അതില് മിന്റ് ചെയ്തൊക്കെ പൈ എടുത്തിട്ട് കാശാക്കി കുറൊക്കെ ലോക്കാക്കി വെച്ചു, അത്ര തന്നെ. അല്ലാണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് ഇത് വരുന്നുണ്ട്, മീൻസ് അട്രാക്ഷൻ പൈക്ക്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല പ്രൊജക്റ്റ് ക്ലിക്ക് ആവാം. നമുക്കതിനൊരു പിടിയില്ല എങ്ങനെയാണ് മീൻസ് ക്ലിക്ക് ആവാന്നൊന്നും ആർക്കൊന്നും പറയാനൊന്നും പറ്റില്ല. പ്രഡിക്റ്റബിൾ ഒന്നല്ല അത്ര, മനസ്സിലായ? അത്രയും പ്രഡിക്റ്റബിൾ ഒന്നല്ല ഇത്. കുറെ ട്രാക്ഷൻ ഉണ്ടെങ്കിൽ മീൻസ് കണ്ടമാനം ആപ്ലിക്കേഷൻ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ, ഒരു ബ്ലോക്ക് ചെയിൻ ഇക്കോസിസ്റ്റത്തിൽ, മീൻസ് ബ്ലോക്ക് ചെയിൻ ലോകത്ത് ബ്ലോക്ക് ചെയിൻ വേൾഡ് ഉണ്ടെങ്കിൽ ചിലതൊക്കെ അതിനെ ക്ലിക്കായി മുകളിലേക്ക് പോകും. പല കാരണമായിരിക്കും അത് ക്ലിക്ക് ആവണത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഡീസെൻട്രലൈസ്ഡ് രീതിയിലാണ് വൈറാലിറ്റിയും ഫങ്ഷൻ ചെയ്യണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യണില്ല വേറെ സാധനത്തിക്കില്ല, മീൻസ് ഷെയർ ചെയ്യാൻ. ഇയാൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് ഷെയർ ചെയ്യുമ്പില്ലേ, അയാൾ പറയണ കാരണം കൊണ്ടല്ല ഷെയർ ചെയ്യണത്. അയാൾ ഷെയർ ചെയ്യുന്നത് വേറെ ആൾക്കാർ, ഇയാൾക്ക് അറിയും കൂടി ഇല്ല, ഇയാൾക്ക് ഇഷ്ടമായി വേറെ ആൾക്ക് ഷെയർ ചെയ്തു. മനസ്സിലായി? ഒരു വൈൽഡ് ഫയർ പോലെയാണ് പോണ്. അതുകൊണ്ട് ആർക്കും ഒരു പിടിയൊന്നുമില്ല എങ്ങനെയാണ് അത് പോണെന്നില്ല ഷെയർ. മനസ്സിലായ? മറ്റൊരു ഷെയർ നിർത്താം, പക്ഷെ അയാൾ ഈ പിന്നത്തെ ആൾക്ക് അതിന് ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല അടുത്ത ആളെ. മനസ്സിലായേ? അതിങ്ങനെ ഫയർ പോലെ, ഇങ്ങനെ വൈൽഡ് ഫയർ പോലെ ഇങ്ങനെ കത്തിപ്പോവും, കയറും. ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഇറക്കി എന്ന് വെച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്തെന്ന് വെച്ചാൽ മറ്റവൻ അടുത്ത ചിലർക്ക് ഷെയർ ചെയ്യണം നിർബന്ധമില്ല. മനസ്സിലായ? കാരണം ചില പ്രൊഡക്റ്റുകളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും സ്കെയിൽ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചില നീഷ് ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. അതെന്ന് വെച്ചാൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് നീഷിൽ വെക്കണം. പക്ഷെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഡെപ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം അല്ലെങ്കിൽ പൊതുജനത്തിന് പെട്ടെന്ന് മനസ്സിലാവാത്ത പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലായിടത്തും എത്താൻ. അപ്പൊ പിന്നെ അങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്താനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കിട്ടി പോയിന്നില്ലേ. മീൻസ് മെയിൻ സ്ട്രീം പ്രൊഡക്റ്റും നീഷും തമ്മിൽ വ്യത്യാസമുണ്ട്. മെയിൻ സ്ട്രീമിൽ തന്നെ ഇപ്പൊ കുറെ വിഭാഗങ്ങൾ തന്നെ ഉണ്ട്. മീൻസ് ഒരു കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അതൊരു തെറ്റില്ല. മീൻസ് പെട്ടെന്ന് വൈറലാവാം ആ ഒരു സെഗ്മെന്റിൽ. മീൻസ് മനസ്സിലായ? എന്നാലും നമ്മളൊരു പുഷൊന്നും ചെയ്യണില്ല. അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അവർ ഷെയർ ചെയ്യണമെന്ന് അവർക്ക് ബോധ്യം തോന്നുന്നു, അവർക്ക് ഒരു ഫീലിംഗ് തോന്നുന്നു ഇത് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന്. മീൻസ് പിന്നെ അവരിങ്ങനെ ഷെയർ ചെയ്ത് ചിലർക്ക് ഷെയർ ചെയ്യാണ്ടിരിക്കാം, അവരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടം. അവർക്ക് തോന്നാണ് നല്ലതല്ലാന്ന്. ചിലപ്പോൾ വേറെ പ്രൊഡക്റ്റുകളൊക്കെ കുറെ വർക്കൊക്കെ ചെയ്തിട്ട് അതിന് ഷെയർ ഒന്നും കിട്ടില്ല, തോന്നണ്ടോ ഷെയർ വേണ്ട അങ്ങനെ. മീൻസ് മീൻസ് വേറൊരു വലിയ ആളുണ്ടാവും, അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ഷെയർ വേണ്ട. ചിലവർക്ക് ഇഷ്ടപ്പെടും വലിയ ആൾക്കാർക്ക്, അവർക്ക് നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, അവർ ചിലപ്പോൾ ഷെയർ ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ ഷെയർ ഇഷ്ടപ്പെടുന്ന നിർബന്ധമൊന്നുമില്ല. അതാണ് പറഞ്ഞ പോയിന്റ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കാൻ പറ്റില്ല. ആകെ ഇപ്പൊ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ഇതില് ഒരു വലിയ ഇക്കോസിസ്റ്റം ഉണ്ട്. ഈ ഇക്കോസിസ്റ്റം പല കമ്പനികളും ഉപയോഗിച്ച് തുടങ്ങിയാൽ ചിലതൊക്കെ ചിലപ്പോൾ സക്സസ്ഫുൾ ആവാം, നല്ല പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ബേസിക്കലി അത് ഉപയോഗിക്കുന്ന ആളനുസരിച്ചൊക്കെ ഇരിക്കും. മീൻസ് നല്ലത് എന്നൊക്കെ പറഞ്ഞാൽ സബ്ജക്റ്റീവാണ്. അത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി ആയിട്ടൊന്നും ഇല്ല. മീൻസ് ഒബ്ജക്റ്റീവ് ഒന്നും എല്ലാവരും അംഗീകരിച്ചൊന്നും കൊടുക്കില്ല, അതാണ് മനസ്സിലായത്. അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സബ്ജക്റ്റീവാണ്, നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടം. അപ്പൊ അവര് ചിലപ്പോ ഇത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന വരില്ല. മീൻസ് അപ്പൊ അവര് ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ പോയിന്ന് വരും. ആ സമയം ചിലപ്പോൾ നല്ലതായിരിക്കില്ല. ആ സമയം ആ കാലഘട്ടമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ആ കമ്പനി തന്നെ മീൻസ് ആ ക്വാളിറ്റി ഉള്ള കമ്പനി വേറെ സമയത്താണെങ്കിൽ ക്ലിക്കായി പോകും, ആ ഒരു നിമിഷത്തിൽ ക്ലിക്കാവില്ല. എന്തായാലും കണ്ടമാനം മീൻസ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ, മീൻസ് കണ്ടമാനം ആൾക്കാർ ഈ പൈ ഉപയോഗിക്കുകയാണെങ്കിൽ, മീൻസ് കണ്ടമാനം കമ്പനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതിന് സർവീസ് കൊടുക്കണമെങ്കിൽ എന്തായാലും കുറെ കമ്പനികളൊക്കെ ക്ലിക്കാവും. മീൻസ് അത് ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങും കുറെ രീതിയിലൊക്കെ. ഇക്കോസിസ്റ്റത്തിന്റെ വളർച്ച ഉണ്ടാവും, ഡോമിനൻസ് കൂടാനും സാധ്യത അങ്ങനെ നോക്കുകയാണെങ്കിൽ. എന്നാലും പൊളിയാനുള്ള എല്ലാവരുടെ സാധ്യതയും ഉണ്ട്, മനസ്സിലാക്കുക. അതിനൊരു ഫോർമുലയൊന്നും ഇല്ല. ബേസിക്കലി കുറെ തവണ പണിയെടുത്തു അങ്ങനെയൊന്നും ഇല്ല. ചിലർ ചിലപ്പോൾ കുറെ പണിയെടുത്തിട്ടുണ്ടാവും, മറ്റേ ചെറിയൊരു സിമ്പിൾ ആപ്ലിക്കേഷൻ ആയിരിക്കും. പക്ഷേ അതിന് ഒരു സെഗ്മെന്റ് ആൾക്കാർക്ക് എല്ലാം മീൻസ് അവർക്ക് എല്ലാം കൊണ്ട് ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അത്, ആ ഒരു സെഗ്മെന്റിന്. അങ്ങനെ ഒരു സെഗ്മെന്റ് ആൾക്കാർക്ക് ആ ഒരു പ്രൊഡക്റ്റ് എത്തപ്പെടാനുള്ള ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ആൾക്കാർ അവിടെ ഉണ്ടാവില്ല, മീൻസ് കുറച്ച് ദൂരത്തായിരിക്കും, മനസ്സിലായോ? അതിൽ ആ നിമിഷത്തിൽ ഉണ്ടാവില്ല ചിലപ്പോൾ ആ സമയത്ത്. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ശരി, പൈ നെറ്റ്വർക്ക് ഇപ്പൊ അടിച്ചു പൊളിച്ചാണ് വരുന്നത്. മീൻസ് ഇപ്പൊ ഇടിഞ്ഞ് $0.8 ആയി. ഇനി
കത്താനാണ് പോണെന്ന് തോന്നുന്നു. ഇനി നല്ല ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. ഫൈനാൻസ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പ് വരുവാണെങ്കിൽ വീണ്ടും കത്തും. അപ്പൊ എന്തായാലും പൈ അടിപൊളിയായിട്ടാണ് കയറുന്നത്. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് പൈനെ കുറിച്ചൊന്നും പറയാനില്ല. ഇനി മീൻസ് ഉണ്ട്, പറയാനുണ്ട്. പക്ഷെ എന്നാലും എന്റെ പൈയൊക്കെ ലോക്ക്ഡൌൺ അത് കാരണമാണ് ബേസിക്കലി എനിക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. മീൻസ് അവർ വെസ്റ്റിംഗ് ഷെഡ്യൂളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കുറച്ച് കാലഘട്ടത്തിന് ശേഷം ഇത്തിരി പൈ വിൽക്കുക, മീൻസ് ഇത്തിരി പൈ റിലീസ് ചെയ്യുക, അങ്ങനെയൊക്കെ അതൊക്കെയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ അതൊന്നും പറ്റില്ല. അതുകൊണ്ട് എനിവേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കും. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. അപ്പൊ ശരി.